കൊച്ചി പഴയ കൊച്ചിയല്ല. 17 ലക്ഷം യാത്രക്കാർ. കൊച്ചി ഇനി വേറെ ലെവലിലാകും. ടൂറിസത്തിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് കൊച്ചി ഇപ്പോൾ. 300 ദിവസം, 17 ലക്ഷം യാത്രക്കാർ. ഒരു വർഷത്തിനുള്ളിൽ കൊച്ചിയുടെ മുഖം തന്നെ മാറും. വൻ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് ഒരുങ്ങുകയാണ്. കേരളം വികസനപാതയിലാണ്. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും കേരളം കുതിക്കുകയാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വികസനമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം കൊച്ചി എന്ന് നമ്മൾ പറയും. ഇപ്പോഴിതാ വമ്പൻ വികസന പദ്ധതികൾക്ക് ഒരുങ്ങുകയാണ് കൊച്ചി. വെറും 300 ദിവസം കൊണ്ട്, അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറും. 17 ലക്ഷം യാത്രക്കാർ കൊച്ചിയിലേക്ക് ഇരച്ചെത്തും. വിനോദസഞ്ചാരികളാലും കേരളീയരാലും കൊച്ചി അടിമുടി മാറുമെന്ന് പറഞ്ഞാലോ? അതെ, എന്തൊക്കെ പദ്ധതികൾക്കാണ് തുടക്കമിടുന്നതെന്ന് അറിയണ്ടേ? പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര. കൊച്ചിക്ക് ചുറ്റുമുള്ള ദ്വീപുകളിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആരംഭിച്ച വാട്ടർ മെട്രോ പദ്ധതി 2025ഓടെ പൂർത്തിയാക്കും. കൂടുതൽ ബോട്ടുകളും ബോട്ട് ടെർമിനലുകളും സജ്ജമാകുന്നതോടെ പദ്ധതിക്ക് പൂർണ്ണരൂപം വരും. 78 ബോട്ടുകളാണ് പദ്ധതിയിൽ ആകെ ഉള്ളത്. ഇതിൽ 10 എണ്ണം PPP മാതൃകയിലാണ് ഉള്ളത്. അതൊഴികെ 68 എണ്ണവും അടുത്ത വർഷം സർവീസ് നടത്താനാകുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ CEO സാജൻ ജോൺ കേരള കൗമുദിയോട് സൂചിപ്പിച്ചിരുന്നു. ഇതുവരെ 23 ബോട്ടുകളാണ് വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 5 റൂട്ടുകളിലാണ് ഇവർ സർവീസ് നടത്തുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അതിവേഗം സർവീസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫണ്ടിംഗ് ഏജൻസിയായ KFWവിന്റെ അനുമതിയോടെ 15 പുതിയ ബോട്ടുകൾക്കുള്ള ടെൻഡർ കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരുന്നു. ആദ്യഘട്ടത്തിലെ 23 ബോട്ടുകൾ കൊച്ചി കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത്. 7.6 കോടി വീതം വില വരുന്ന 13 എണ്ണം ഇതിനോടകം കൈമാറിയും കഴിഞ്ഞിട്ടുണ്ട്. ടെർമിനലുകളും പൂർത്തിയാകുന്നതായിരിക്കും. 10 ദ്വീപുകളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 16 വാട്ടർ മെട്രോ ടെർമിനലുകൾ 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 38 ടെർമിനലുകൾ 5 ഇടത്തു നിന്നാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ചിറ്റൂർ വാട്ടർ മെട്രോ സർവീസ് ഉടൻ തന്നെ ആരംഭിക്കും. പിന്നാലെ ടെർമിനൽ നിർമ്മാണം പൂർത്തിയായ മുളവുകാട്, നോർത്ത് ചേരാനല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ തുടങ്ങുമെന്നും CEO പറഞ്ഞിട്ടുണ്ട്. 300 ദിവസം, 17 ലക്ഷം യാത്രക്കാരും. അനുദിനം വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 300 ദിവസത്തിനിടെ 17 ലക്ഷം പേരാണ് വാട്ടർ മെട്രോ യാത്രികരായത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിലാണ് യാത്രക്കാർ ഏറെയും ഇരച്ചെത്തുന്നത്. ആകെ ബോട്ടുകൾ 78 എണ്ണമാണ്. PPP മാതൃകയിൽ 10. ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഒരു ബോട്ടിന് 7.6 കോടിയാണ് വില. ആദ്യഘട്ടം 23 ബോട്ടുകൾ ഉണ്ടായിരിക്കും. ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 13 എണ്ണമാണ്. ആകെ ടെർമിനൽ ആണെങ്കിൽ 38 എണ്ണം. നിലവിൽ സർവീസ് നടത്തുന്ന ടെർമിനലുകൾ ഹൈക്കോടതി, വൈപ്പിൻ, വൈറ്റില, കാക്കനാട്, ബോൾഗാട്ടി എന്നിവിടങ്ങളിലാണ്. മുഴുവൻ ബോട്ടുകളും പൂർണ്ണ തോതിൽ സർവീസ് നടത്തുന്നതോടെ യാത്രക്കാരും വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.